മക്കളെ, നമ്മൾ കാത്തിരുന്ന സിലബസ് ഇങ്ങെത്തിയിരിക്കുകയാണ്. 2025 നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെ സിലബസും ഇപ്പോൾ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 15-ാം തീയതി വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ PSC ഇതെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് PSC പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മുന്നോട്ടും എന്താണ് PSC കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം കുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് PSC ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ, സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം എന്താണ് PDF, അതായത് സിലബസ് വന്ന സിലബസുകളുടെ എല്ലാം PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓർക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ SI സബ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് നോക്കാനായിട്ട് പോവുകയാണ്. അതായത് 2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതേപോലെ തന്നെ ആംഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടുള്ള സിലബസ് ആണ്. പ്രിലിമിനറി സിലബസ് ഓൾറെഡി വന്നു, നമ്മളത് ഇട്ടു. ഇത് മെയിൻസിൻ്റെ സിലബസ് ആണ് എന്നുള്ള കാര്യം വന്ന് ഓർത്ത് വെച്ചേക്കാം. മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് ആണ്. അപ്പോൾ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയും ഈ ഒരു സിലബസ് പ്രകാരം വന്നുകൊണ്ടിരുന്ന എന്താണ് IPC, CRPC, അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോലെയുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് താഴോട്ട് പോകുമ്പോൾ പറയാം. അതായത് IPC മാറി BNSഉം BNSSഉം അതേപോലെ തന്നെ BSAയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാറ്റമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നോക്കിയടാ, ഹിസ്റ്ററിയിൽ നിന്ന് 3 മാർക്കാണ് ചോദ്യമായിട്ട് വരിക. ദെൻ ജോഗ്രഫിയിൽ നിന്ന് 3 മാർക്ക്, അതേപോലെ തന്നെ എക്കണോമിക്സ് ആണെങ്കിൽ അവിടെ നിന്ന് 3 മാർക്കാണ് വരുന്നത്. ദെൻ അതേപോലെ നോക്കിയാൽ കേരള ഗവേണൻസ് അവിടെ നിന്ന് 5 മാർക്ക് വരും. അപ്പം 3 മാർക്കാണ് ഈ ആദ്യത്തെ 3 ഭാഗങ്ങൾ. നമുക്ക് കുറേ പഠിക്കാനായിട്ടുണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ അറിയാം, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ജോഗ്രഫി ആണെങ്കിൽ അവിടെയും ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി ഉണ്ട്. എക്കണോമിക്സ് പക്ഷേ ചെറിയൊരു ടോപ്പിക്കാണ്, അവിടെ നിന്ന് 3 മാർക്കാണ്. ദെൻ കേരള ഗവേണൻസ് ആണെങ്കിൽ 5 മാർക്ക് നമുക്ക് എന്ത് വരും, ചോദ്യങ്ങളായിട്ട് വരും. ദെൻ ലൈഫ് സയൻസിൽ നിന്ന് 6 മാർക്ക്. അതേപോലെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും എന്തില്ല, നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ടില്ല. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് 6 മാർക്കാണ് ചോദിക്കുന്നത്. കറണ്ട് അഫെയർ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫെയറിൽ നിന്ന് 5 മാർക്കാണ് ചോദ്യമായിട്ട് വരിക. സെക്രട്ടറി അസിസ്റ്റൻ്റ് സിലബസിൽ കറണ്ട് അഫെയറിനെ കാണാൻ കഴിയില്ല, അപ്പോൾ അവിടെ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ SIയിൽ 5 മാർക്കിന് കറണ്ട് അഫെയർ വരും. ദെൻ മാത്സ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ദെൻ അതേപോലെ തന്നെ മലയാളം 10 മാർക്ക്. പിന്നീട് വരുന്ന 45 മാർക്ക് എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി വരാം. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്, അതിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് നേരെ മാറ്റമുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്കൊന്ന് പോയി വരാം. നോക്കിയാൽ ആ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നോക്കിക്കടാ, സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും 45 മാർക്കുണ്ട്. ആ 45 മാർക്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകെയുള്ള 45 മാർക്കിൽ ആരുമുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ മെയിൻ സിലബസിൻ്റെ ഭാഗമാണെങ്കിൽ SIയുടെ കാര്യത്തിൽ, സബ് ഇൻസ്പെക്ടറുടെ കാര്യത്തിൽ അതെവിടെ കിടക്കുന്നത്, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. ദെൻ ആദ്യം കിടക്കുന്നത് തന്നെ നമ്മുടെ ആദ്യം പറയുന്ന IPC എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിഷ്കൃത രൂപമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത എന്തിലുണ്ട്, ആദ്യത്തെ ഭാഗത്തുണ്ട്. BNS, അതായത് ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരമുള്ള പുതിയ മാറിയ നിയമങ്ങളാണ്. അതിലാണ് ആദ്യം കിടക്കുന്ന സിലബസിൽ തന്നെ, അല്ലെ ആദ്യ ഭാഗം തന്നെ അതാണ് കിടക്കുക. നോക്കിയേ, അതിൻ്റെ ഡെഫിനിഷൻസ്, അതേപോലെ ചില ജനറൽ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. 2-3, 2-4, 2-8, 2-13, 2-14, 2-28, 3-5 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ച നമ്പറുകളെല്ലാം മാറി. അതായത് IPCയിൽ നമ്മൾ പഠിച്ച നമ്പറുകളെല്ലാം മാറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്പറുകൾ കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പണിഷ്മെൻറ്റ്സിനെ പറ്റി പറയുന്നു. 4 and 11 സെക്ഷൻസ് ആണ് പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നതെന്നുണ്ട്. ദെൻ അതേപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ എക്സംഷൻസ്, നമ്മൾ ജനറൽ എക്സംഷൻസ് നേരത്തെ പഠിക്കാറുള്ളതാണ്. ആ നമ്പർ എല്ലാം മാറി. ഇപ്പോൾ എന്താണ് 14, 17, 14, 16, 18, ദെൻ 19, അതേപോലെ തന്നെ 20, 21, 22 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ എക്സംഷൻസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൻ ആൻഡ് ചൈൽഡ്, അതിനെക്കുറിച്ചുള്ള സെക്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒഫൻസസ് അഗൈൻസ്റ്റ് ദ ഹ്യൂമൻ ബോഡി, അതിൻ്റെ നമ്പറുകൾ സെക്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇവിടെ വ്യക്തമായിട്ട് ഓരോന്നും, അതായത് എന്തൊക്കെയാണ് മാറ്റമുള്ളത് എന്നുള്ള കാര്യം
വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒഫൻസസ് എഗനസ്റ്റ് പബ്ലിക് ട്രങ്ക്വിലിറ്റി അല്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ പബ്ലിക് സർവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒഫൻസസ് അഗനസ്റ്റ് പ്രോപ്പർട്ടി കൃത്യമായിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ട്, 303, 304, 308 എന്ന നിലയിൽ. തെഫ്റ്റ് എന്താണ്, അങ്ങനെ റോബറി എന്താണ്, ഇതൊക്കെ ഡക്കോയിറ്റി എന്താണ്, മിസ്ചീഫ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ പാർട്ട് 2 വരുമ്പോൾ അവിടെ BNSS ആണ്, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. നമ്മുടെ നേരത്തെ CRPC ഒക്കെ മാറി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് നിലവിലുള്ളത്. അവിടെയും ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷൻസിൽ ഒരു കാര്യം നമ്മൾ ഉള്ളൊരു കാര്യം 2A, 2C, 2G, 2H ആ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, പലതിലും മാറ്റമുണ്ട്. ആ മാറ്റം പഠിക്കാനാണ് പാട്. ഓൾറെഡി പഠിച്ചു വന്നവരാണെങ്കിൽ അവർക്ക് ആ മാറ്റം പഠിക്കാനാണ് പാട്. ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, BNSSും BNSും ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടോബി സാറും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സാറുമാരൊക്കെ, ബൈറ്റ് സാറൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട്. അപ്പം എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നോക്കിയേ, പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസിൻ്റെ അകത്തിൽ തന്നെയുള്ള സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ ചില പവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും നേരത്തെ എന്ത് ചെയ്തിട്ടില്ല, സിലബസിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അറസ്റ്റ് ഓഫ് പേഴ്സണെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സമൻസ് എന്താണ്, വാറണ്ട് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സെർച്ച് ആൻഡ് സീസർ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസിൻ്റെ പ്രിവെൻറ്റീവ് ആക്ഷൻ എന്തൊക്കെയാണ്. ദെൻ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അപ്പം പോലീസിൻ്റെ പവേഴ്സിനെ പറ്റിയിട്ടും അവരുടെ അധികാര പരിധികളെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് BNS, അതുപോലെ തന്നെ BNSS ആയാലും. ദെൻ അതേപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിയിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് എത്രയാണ്, 7 മാർക്കിനുള്ള ചോദ്യമാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് വരുന്നത്. ദെൻ നമ്മുടെ ആക്ട്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിൽ നിന്ന് 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. ഓക്കെ ആണേ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. ദെൻ ഇവിടെ ബേസിക് ആയിട്ടുള്ള IT സൈബർ ക്രൈംസ്, അതിൽ നിന്ന് 7 മാർക്കാണ് വരുന്നത്. സൈക്കോളജിയിൽ നിന്ന് ആകെ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എന്താണ് നേരത്തെ സിലബസിൽ നിന്ന് മാറ്റം എന്താ, CRPC മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ BNS അതേപോലെ തന്നെ ഭാരതീയ എന്താണ് സാക്ഷ്യ പോലെയുള്ള കാര്യങ്ങൾ, BSA പോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ സിലബസിനെ കീറി മുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ മാറ്റം ഇതൊക്കെയാണ്. ഈ സിലബസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. എത്രയും വേഗം ജോയിൻ ചെയ്ത് ആ സിലബസ് കണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.